പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അച്ഛൻ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾ ഈ വചനജ്വാല ശുശ്രൂഷ മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ, അതുപോലെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. എന്താ കാര്യം? നിങ്ങൾ ഈശോയുടെ ശുശ്രൂഷ പങ്കാളികളാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത്, ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. ദൈവം പറയാണ്, മോശയോട് പറയാ, ഞാൻ എങ്ങനെ പരിശുദ്ധനാണോ അതുപോലെ നിങ്ങളും പരിശുദ്ധരാകണം. ഇത് മോശയോട് പറയാൻ കാര്യമുണ്ട്. എന്നെ തന്നെ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ തമ്പുരാൻ എന്നിൽ പ്രവർത്തിക്കില്ല. ദൈവമായ കർത്താവ് എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരണമെങ്കിൽ, നമ്മൾ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കണം. വീണ്ടും ആ വചനം പറയുന്നുണ്ട്, പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയാ, അവിടെയാണ് പ്രത്യേകത. നീ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചാൽ പോലും തീർച്ചയായിട്ടും വിശുദ്ധീകരിച്ച കർത്താവ് അനുഗ്രഹിക്കും നമ്മെ. പക്ഷെ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ കൃപയാണെന്നും പറയാം. അപ്പോൾ വിശുദ്ധീകരിച്ച കർത്താവിനെ അനുഗ്രഹിക്കും. നമുക്ക് വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിലപ്പുറമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം എന്നിൽ സംഭവിക്കണമെങ്കിൽ ആ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കണം. അതാ വചനം പറയുന്നത് 1 കൊരിന്തോസ് 6:11, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്ഥാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഓർക്ക പ്രിയമുള്ളവര്, വചനോർത്ത്, നാം നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും, ദൈവത്തിന്റെ ആത്മാവിലാണ് സ്ഥാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യും. ഇപ്പൊ വിശുദ്ധീകരണം നീതീകരിക്കപ്പെടലാണ്, സ്ഥാനപ്പെടുന്നതാണ്, പൗത്രീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ ഇത് ദൈവം തരുന്നതാ, ദൈവത്തിന്റെ കാരുണ്യമാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഞാൻ തമ്പുരാൻ ചോദിക്കുന്നു, ആ തമ്പുരാൻ തരണമെങ്കിൽ അതിലപ്പുറമായിട്ടും ദൈവം എൻ്റെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. ഒപ്പം കർത്താവ് എന്താ ഈ പ്രഭാതത്തിൽ പറയുന്നത്? ആ ഒരു വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണം, വിശുദ്ധീകരിക്കപ്പെടണം, അതിനുവേണ്ടി തീക്ഷണമായി ആഗ്രഹിക്കുക. ഒപ്പം എൻ്റെ ആഗ്രഹം കാണുന്ന കർത്താവ് അവൻ്റെ കാരുണ്യത്തിലേക്ക് ചൊരിയും, ആ വിശുദ്ധീകരണം പൂർണ്ണമാകുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, വിശുദ്ധീകരണം തമ്പുരാൻ തരുന്നതാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവം എന്നോട് കരുണ കാണിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കും. എങ്കിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, വിശുദ്ധീകരണം ദൈവത്തിന്റെ കാരുണ്യത്തോടെ പ്രാർത്ഥിച്ച് നേടുവാൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്കൊരു മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു. മറക്കരുത്, ദൈവത്തിന്റെ കാരണത്താൽ ദൈവം തന്ന വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.